കാസർഗോഡ് ഓട്ടോ ഡ്രൈവർ ഷെരീഫിന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. മംഗലാപുരം സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് പിടിയിലായത്. സ്കൂൾ ബസ്സിന് സൈഡ് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേശ്വരം അഡ്കപ്പള്ളിയിലെ വീട്ടിലെ കിണറ്റിലാണ് മംഗലാപുരം സ്വദേശി ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 6 മാസം മുൻപ് സ്കൂൾ ബസ്സിന് സൈഡ് കൊടുക്കാത്തതിലുള്ള തർക്കമാണ് വൈരാഗ്യത്തിനും തുടർന്ന് കൊലപാതകത്തിലും കലാശിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. പ്രതിയായ അഭിഷേകും ഷെരീഫും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെ ഓട്ടോ സ്റ്റാൻഡിലെ മറ്റ് ഡ്രൈവർമാരും സ്കൂൾ ബസ്സിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഏകദേശം 208ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതുകൂടാതെ തന്നെ 5 സംഘങ്ങൾ CCTV ക്യാമറകൾ നിരീക്ഷിക്കാനും ബാക്കിയുള്ള 5 സംഘങ്ങൾ അവിടെ കർണാടകയിലും കേരളത്തിലെയും ഓട്ടോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലൂ ലഭിക്കുകയും ആ ക്ലൂവിനെ പിന്തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ നിന്നാണ് നമ്മൾ അഭിഷേക് ഷെട്ടി എന്ന പ്രതിയിലേക്ക് എത്തിയത്. ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കർണാടക പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു. കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ പിടികൂടിയത്. കൊലപാതകമാണെന്നറിഞ്ഞ് 48 മണിക്കൂറിനകം പോലീസിനെ ഈ പ്രതികളെ കണ്ടെത്താൻ ആയി. കാസർഗോഡ് DSP സുനിൽകുമാർ, മഞ്ചേശ്വരം IP അനൂപ്, അതുപോലെ SIമാരൊക്കെ നേതൃത്വത്തിലുള്ള വളരെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. ബൈക്കമ്പാടിയിൽ നിന്നും ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് മഞ്ചേശ്വരത്തെ എത്തിച്ചാണ് കൊലപാതകം നടത്തിയത്. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നിൽ നിന്ന് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം കൊലപാതകത്തിൽ പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഷെരീഫ് നേരത്തെ 3ഓളം ലഹരി കേസുകളിൽ പ്രതിയാണെന്നും സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. മലപ്പുറം തിരൂരിൽ യുവതിയെയും മകളെയും കാണാനില്ലെന്ന് പരാതി. 22-കാരി അഖിലയെയും 3 വയസ്സ്